ഏറ്റുവാങ്ങി പ്രിയപ്പെട്ട ഇന്ദിരാ പ്രദർശിനി ഈ രാജ്യത്തിന്റെ മണ്ണിൽ മരിച്ചു വീണത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിലായിരുന്നു. അജ്മീറിലെ ഖാജാമുവിന്റെ ദർഗയ്ക്ക് മുമ്പിലും ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിക്ക് മുമ്പിലും വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിനു മുമ്പിലും തൊഴുകയുമായി പ്രാർത്ഥനയോടെ നിന്ന മതേതര പാരമ്പര്യത്തിന്റെ നേരവകാശിയായ ഇന്ദിരാ പ്രദർശിനി പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ മരിച്ചു വീണത് ഈ രാജ്യത്തിന്റെ സംരക്ഷിക്കാനായിരുന്നു. 1991 മെയ് മാസം 21-ാം തീയതി ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശമണ്ഡലത്തിൽ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി 1000 അസ്ഥിഘട്ടങ്ങളായി ചിതറിത്തെറിക്കുകയാണ്. സ്വന്തം ഭാര്യക്കോ മക്കൾക്കോ അന്ത്യചുംബനം അർപ്പിക്കാൻ സ്വന്തം മുഖം പോലും ബാക്കി വെക്കാതെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ ഒരു കൂട്ടം മാംസഘട്ടങ്ങൾ പെറുക്കിയെടുത്ത് വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകേണ്ട തരത്തിൽ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് 1000 അസ്ഥിഘട്ടങ്ങളായി 10,000 മാംസഘട്ടങ്ങളായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ രാജീവ് ഗാന്ധി ചിതറിത്തെറിക്കുകയാണ്. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൈപിടിച്ചാനയിച്ച രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന്റെ മണ്ണിൽ മരിച്ചു വീണപ്പോ ആ രാജീവ് ഗാന്ധിക്ക് അന്ത്യചുംബനം അർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കൾക്ക് പിതാവിന്റെ മുഖം പോലും ബാക്കിയില്ലായിരുന്നു. രാഹുലിന്റെ മൃതശരീരം രാജീവ് ഗാന്ധിയുടെ മൃതശരീരം ഡൽഹിയിൽ എത്തിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അന്ത്യചുംബനം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ മുഖം പോലും ബാക്കിയില്ലാതിരിക്കുമ്പോ അദ്ദേഹം ധരിച്ചിരുന്ന 2 ഷൂസും നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രം പ്രിയപ്പെട്ടവരെ മജ്ജയും മാംസവുമുള്ള മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത ചിത്രമാണ്. രാജീവ് ഗാന്ധിയുടെ ഷൂസുകൾ രണ്ടും നെഞ്ചിലേറ്റി പൊട്ടിക്കരഞ്ഞ പ്രിയങ്ക ഗാന്ധി ഈ രാജ്യത്ത് ഏറ്റവും നോവുന്ന ചിത്രമായി ഈ രാജ്യം ആ ചിത്രം കണ്ട് ഇന്നലകളിൽ വിതുമ്പിയെങ്കിൽ പ്രിയപ്പെട്ടവരെ 28 വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രിയങ്ക ഗാന്ധി വീണ്ടും 2 ഷൂസുകൾ എടുത്തുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി കടന്നു വന്നു. വയനാട് നോമിനേഷൻ കൊടുക്കാൻ രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ പകർത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരു അപകടം സംഭവിച്ച് പ്രിയപ്പെട്ടവരെ അപകടാവസ്ഥയിലേക്ക് അവർ വീണപ്പോ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഓടി വന്ന് ആ മാധ്യമപ്രവർത്തകനെ വാരിയെടുക്കുന്നു, കോരിയെടുക്കുന്നു. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റാൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെയും കൊണ്ടോടുമ്പോ ആ മാധ്യമപ്രവർത്തകൻ ധരിച്ചിരുന്ന 2 ഷൂസുകളും എടുത്തുകൊണ്ട് ആ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്ന പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ ഏറ്റവും എളിമയുള്ള, ഈ രാജ്യത്തെ ഏറ്റവും താഴ്മയും വിനവുമുള്ള, ഈ രാജ്യത്തിന്റെ സൗമ്യതയുടെ സൗന്ദര്യമായിട്ടുള്ള നെഹ്റു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഇളം തലമുറക്കാർ ഈ രാജ്യത്തിന്റെ മനസ്സ് കവരുകയാണ്. പ്രിയപ്പെട്ടവരെ ഇത് കണ്ട് അസ്വസ്ഥരാവുന്ന CPM-കാരും BJP-കാരും പടച്ചുവിടുന്ന പ്രചരണം എന്താ? ശ്രമം ഈ 2 കക്ഷികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഈ നാടിന്റെ അഭിമാനമായി വയനാടിന്റെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ CPM ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എതിർക്കുകയാണ്. ഒരു റോഡിന്റെ അപ്പുറത്ത് നമുക്കറിയാം തമിഴ്നാട് സംസ്ഥാനമാണ്. വയനാടിന് ചേർന്ന് കിടക്കുന്ന നീലഗിരി സംസ്ഥാനത്ത് CPM-കാർ ചെയ്യുന്നത് എന്താ? അവർ പോക്കറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ചിരിക്കുന്ന ചിത്രം തൂക്കി അവിടെ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. ഈ കേരളത്തിൽ 20 സംസ്ഥാനങ്ങളിൽ മാത്രം രാഹുൽ ഗാന്ധി എതിർക്കുന്ന, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയെ എതിർക്കുന്ന CPM ഈ കേരളം വിട്ടാൽ സ്വീകരിക്കുന്ന നിലപാടെന്താ? വയനാട്ടിൽ കഴിഞ്ഞാൽ നീലഗിരിയിൽ, മൈസൂരിൽ,
മംഗലാപുരത്ത്, കോയമ്പത്തൂരിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ പിന്തുണയ്ക്കാൻ, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഇവർ വോട്ട് ചോദിക്കുകയാണ്. കന്യാകുമാരി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ തെക്കേയറ്റത്ത്. ആ കന്യാകുമാരിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ അതിർത്തി പ്രദേശമുണ്ട് കളിയക്കാവിള. ആ കളിയക്കാവിള എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ്, ചെറിയൊരു അങ്ങാടിയാണ്. ആ അങ്ങാടിയുടെ നടുവിൽ ഒരു മുളവടിയുണ്ട്. ആ മുളവടിയുടെ ഇപ്പുറത്ത് കേരളമാണ്, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമാണ്. ആ മുളവടിയുടെ അപ്പുറത്ത് തമിഴ്നാടാണ്, കന്യാകുമാരി പാർലമെന്റ് മണ്ഡലമാണ്. മുളവടിയുടെ ഇപ്പുറത്ത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ എതിർത്തുകൊണ്ട് CPM തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു റോഡിന്റെ അപ്പുറത്ത്, ഒരു മുളവടിയുടെ അപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ കന്യാകുമാരി മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന വസന്തകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അവിടെ സീതാറാം യെച്ചൂരി വരുന്നു, രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചോദിക്കുന്നു. ഒരു റോഡിന്റെ ഇപ്പുറത്ത് വന്ന് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കുവാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങൾ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന വിഡ്ഢികളാണ് എന്ന് CPM-കാർ കരുതേണ്ടതില്ല എന്ന് വളരെ വിനയത്തോടെ ഉണർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM ഈ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്? ഇത് പാർലമെന്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ലേ? എന്തിനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഇത് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലല്ലോ, ഇത് പാൽ സൊസൈറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലല്ലോ, ഇത് വായനശാലയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമല്ലല്ലോ. 545 അംഗങ്ങളുള്ള ഇന്ത്യയുടെ ലോകസഭയിൽ പ്രിയപ്പെട്ടവരെ 40-ൽ താഴെ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന CPM ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കടന്ന് ഈങ്കില വിളിക്കുന്ന പിണറായി വിജയന്റെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന പുറം ലോകം കാണാത്ത പോക്കാച്ചി തവളകളായ കുട്ടി സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, കേരളം വിട്ടുകഴിഞ്ഞാൽ എവിടെയാണ് CPM ഉള്ളത്? ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പങ്കും രാഷ്ട്രീയമായി നിർവഹിക്കാനില്ലാത്ത ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ കേരളം വിട്ടാൽ അവർ എവിടെയുമില്ല. കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരു ചെങ്കോടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കേണ്ടുന്ന ഗതികേടിലാണ് CPM. 35 കൊല്ലം ഇവർ ഭരിച്ച പശ്ചിമബംഗാളിൽ ഇവർ 3-ാം സ്ഥാനത്തേക്ക് എറിയപ്പെട്ടു. 25 കൊല്ലം ഇവർ ഭരിച്ച ത്രിപുരയിൽ അധികാരം നഷ്ടപ്പെട്ട് കാട്ടിൽ ഒളിക്കേണ്ടി വന്നു ഇവർക്ക്. ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും നോട്ടയ്ക്ക് പിറകിൽ വോട്ട് കിട്ടുന്ന ഒരു പാർട്ടി മാത്രമാണ് CPM. ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തി ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം മുതൽ കൂട്ടുന്ന രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് സ്ഥാനത്തിൽ 13-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് CPM. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ പ്രിയപ്പെട്ടവരെ 5110 MLA-മാരുള്ളപ്പോ ആ 5110 MLA-മാരിൽ കേവലം 102 MLA-മാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രിയപ്പെട്ടവരെ, എന്ത് രാഷ്ട്രീയമായ പങ്കാണ് നിർവഹിക്കാനുള്ളത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കണം. ഈ CPM-ന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആയിക്കൊള്ളട്ടെ, പ്രകാശ് കാരാട്ടായിക്കൊള്ളട്ടെ, വൃന്ദാക്കാരായിക്കൊള്ളട്ടെ, ഇവരുടെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ ഇവർ വലിയ കൊമ്പന്മാരാണ്, വമ്പന്മാരാണ്, കൊലക്കൊമ്പന്മാരാണ്. പക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒരോട്ട് പോലും രേഖപ്പെടുത്താൻ ഭാഗ്യം ലഭിക്കാത്ത ഗതഭാഗ്യവാന്മാരായ നേതാക്കന്മാരാണ് CPM-ന്റെ നേതാക്കന്മാർ. ആ നേതാക്കന്മാരൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. കാരണം അവരുടെ നാട്ടിലൊന്നും മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം മരുന്നിന് പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് CPM ഉള്ളത്? ആ CPM-ന്റെ ഉന്നതരായ നേതാക്കളാരും മത്സരിക്കുന്നില്ല. പോളിറ്റ് ബ്യൂറോയിൽ 10-18 ആളുകളുണ്ട്. വിമാനത്തിലും ട്രെയിനിലും ഡൽഹിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതല്ലാതെ ഒരാളും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. പിണറായി വിജയൻ മൈതാനത്ത് വന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് എന്താ? കോൺഗ്രസിന്റെ നേതാക്കൾ മത്സരിക്കുന്നുണ്ടോ?
മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മത്സരിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും മത്സരിക്കുന്നു. AICCയുടെ പ്രസിഡന്റാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം മത്സരത്തെ ഭയന്ന് ഓടിയിട്ടില്ല. ഒരു മണ്ഡലത്തിലല്ല, 2 മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയങ്കരിയായ സോണിയാഗാന്ധി മത്സരിക്കുന്നു. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഈ സ്റ്റേജിലേക്ക് അല്പനിമിഷങ്ങളിൽ ഉള്ളിൽ എത്തിച്ചേരാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയെ, ആ മോഡിയുടെ മൂക്കിന് താഴെ പോയി വാരാണസി മണ്ഡലത്തിൽ പോയി മത്സരിച്ചുകൊണ്ട് മോഡിയെ കൊണ്ട് ഇച്ഛ എന്നും ഇന്ന എന്നും ഇഞ്ഞ എന്നും വരപ്പിക്കാൻ ഞാൻ സജ്ജമാണ് എന്ന പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ആ സംഭാരം എറിഞ്ഞു കൊടുക്കുന്നവർ അങ്ങനെ എറിഞ്ഞു കൊടുക്കരുത് എന്ന് നമ്മുടെ നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ കൈകളിലൂടെ പാസ് ചെയ്ത് അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കണം. ആരും അത് എറിഞ്ഞു കൊടുക്കരുത് എന്ന് നമ്മുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്തിനകത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു റോളും ഒരു പങ്കും വഹിക്കാനില്ല. CPMന്റെ ഒരു നേതാക്കന്മാരും മത്സരിക്കുന്നില്ല. നമ്മുടെ എല്ലാ നേതാക്കളും മത്സരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, സോണിയാഗാന്ധി മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ തനിക്ക് ചങ്കൂറ്റമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ പൊന്നോമന പേരക്കുട്ടി പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി എന്ന നമ്മുടെ പുലിക്കുട്ടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരാൻ പോവുകയാ. കേരളത്തിൽ K മുരളീധരൻ KPCCയുടെ മുൻ പ്രസിഡന്റാണ്. UDFന്റെ കൺവീനർ ബെന്നി ബെഹനാൻ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കന്മാരായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും മത്സരിക്കുന്നു. നമ്മുടെ എല്ലാ നേതാക്കളും മത്സരിക്കുകയാണ്. CPMന്റെ ഏത് നേതാവാണ് മത്സരിക്കുന്നത്? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. CPM മത്സരിക്കുന്നത് പാർട്ടിയുടെ ജീവൻ നിലനിർത്താനാ. CPMന് ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ പോവുകയാണ്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, CPM അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് തോട്ടിലെറിയാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം ഉണ്ടാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ പിണറായി വിജയൻ കുടത്തിലും കുന്തത്തിലും വടിയുടെയും കുടയുടെയും ഒക്കെ അടയാളത്തിൽ ഈ കേരളത്തിൽ മത്സരിക്കേണ്ടുന്ന ഗതികേടുണ്ടാവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്നിനെ പോലെ നിറം മാറുന്നവരല്ല, അരണയെ പോലെ മറക്കുന്നവരല്ല. അന്നം തിന്ന് വളർന്നുന്ന രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. CPMന് BJPയെ നേരിടാൻ കഴിയില്ല. ഈ CPM എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ, കത്തിയവാർ മുതൽക്ക് കാമരൂപം വരെ, നാഗാലാൻഡ് മുതൽക്ക് നാഗർകോവിൽ വരെ, ആസാം മുതൽക്ക് ആൻഡമാൻ വരെ, ലഡാക്ക് മുതൽക്ക് ലക്ഷദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന മതേതര ചേരിക്കും രാഹുൽ ഗാന്ധിക്കും മാത്രമേ ഈ രാജ്യത്ത് BJPയെ പിടിച്ചുകെട്ടാൻ, RSSനെ നിലക്ക് നിർത്താൻ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, കപ്പൽ വിഴുങ്ങുന്ന തിമിംഗലങ്ങളെ നേരിടാൻ തുപ്പൽ വിഴുങ്ങുന്ന പരലുകളെ കൊണ്ട് സാധിക്കില്ല എന്ന പച്ച പരമാർത്ഥത്തോട് നമ്മൾ പൊരുത്തപ്പെട്ട മതിയാകൂ. CPMന് BJPയെ നേരിടുവാനുള്ള ത്രാണിയില്ല പ്രിയപ്പെട്ടവരെ. അതിന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മതേതര ചേരിക്കും മാത്രമേ സാധിക്കൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാജ്യത്ത് BJPക്കെതിരെ വലിയ തോതിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയനും സഖാക്കളും മനസ്സിലാക്കണം, നിങ്ങളും BJPയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിണറായി വിജയനും നരേന്ദ്രമോദിയും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ആളുകളെ
ഉള്ളൂ. രണ്ടുപേരും ആളുകളെ കൊല്ലുകയാണ്. ചോര കൊതിയന്മാരാണ്, രക്തദാഹികളാണ്, മാംസ കൊതിയന്മാരാണ്. ഈ അറുങ്കൊല രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തായി പ്രിയപ്പെട്ടവരെ ഈ തിരഞ്ഞെടുപ്പ് മാറണം. 5 കൊല്ലം നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോ എത്രയോ ആളുകൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ മരിച്ചു വീണു. പ്രിയപ്പെട്ട മുഹമ്മദ് അഖിലക്കിനെ പോലെ, ജുനൈദിനെ പോലെ, ഇംതിയാസ് ഖാനെ പോലെ, മജ്ലു അൻസാരി